നമസ്കാരം. ഞാനിന്ന് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 21/5/2026 മുതൽ നമുക്ക് 22/6/2026 വരെയാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നത്. ഈ ജൂൺ 22-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിലെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/6/2026 ആണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവസാന നിമിഷത്തിലേക്ക് പോകുന്ന സമയത്ത് പൊതുവെ ആകെ തിരക്കാവും, സൈറ്റ് ജാമാവും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ആപ്ലിക്കേഷൻസ് നടത്താനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ 22/6/2026 അതാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള ഡേറ്റ്. എങ്കിലും നമുക്കൊരു ദിവസം കൂടെ ഫീ അടയ്ക്കാനായിട്ട് 23/6/2026 വരെ നമുക്ക് സമയമുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പ്രൊഫൈലിലോ എന്തെങ്കിലും കറക്ഷൻസ്, നമ്മൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്ഷൻ നടത്താനായിട്ട് 29/6/2026 മുതൽ 1/7/2026 വരെ, ദാറ്റ് ഈസ് ഒരു 2 ദിവസം കൂടെ നമുക്ക് വേറെ ദിവസം വരുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർക്ക് കറക്ഷൻസ് ചെയ്യാനായിട്ട് മാത്രമുള്ള സമയമാണ്. പിന്നെ ഇതിൽ അവർ എക്സാമിൻ്റെ ടയർ 2ൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. അത് എക്സാക്ട്ലി അല്ല, പക്ഷേ ഓൾമോസ്റ്റ് ആ സമയത്താണ് നമ്മുടെ എക്സാമുകളൊക്കെ വരാറുള്ളത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നമ്മുടെ എക്സാം ടയർ 1 എക്സാം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പ്രത്യേകം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട്, നമ്മൾ ഇതിൽ കുറേ കാറ്റഗറി ഓഫ് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടും അതിൽ ചേഞ്ചസും ഉണ്ട്. പക്ഷേ നോർമലി നമുക്ക് വരുന്നത് ഈ ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റുകളൊക്കെ മീൻസ് പല പോസ്റ്റുകളെയും ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, 2/8/99 മുതൽ 1/8/2008 വരെയുള്ള കാലഘട്ടത്തിലുള്ളവർക്ക് ചില പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. ചിലത് 2/8/96 മുതൽ 1/8/2006 വരെ. അത് നമ്മുടെ ഏജ് അനുസരിച്ച് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്, 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ചേഞ്ചസ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പോസ്റ്റുകൾക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഈ എക്സാം 100 രൂപ നമ്മൾ അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് വിമൺ കാൻഡിഡേറ്റ്സ് അതേപോലെയുള്ള SC ST പോലെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ ഫ്രീ ആണ്. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ 100 രൂപയുടെ ഒരു അപ്ലിക്കേഷൻ ഫീസും വരുന്നുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതുമാണ്. ഇതിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കേരള റീജിയൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ നോക്കണം. കേരളം ഒറ്റ സിംഗിൾ റീജിയൻ ആയിട്ടല്ല നിൽക്കുന്നത്. കർണാടകയും കേരളവും കൂടെയുള്ള കമ്പൈൻഡ് റീജിയനാണ്. ലക്ഷദ്വീപ് അടക്കം വരുന്ന സെക്ഷൻസാണ് അതിൽ വരുന്നത്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എസ്പെഷ്യലി നിങ്ങൾ നോക്കിയാൽ കാണാം, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ. ഇതാണ് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ സെൻറ്റേഴ്സായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെയുള്ള നമ്മുടെ കർണാടക റീജിയനിൽ വരുന്ന കുറേ സെൻറ്റേഴ്സ് വേറെയും നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ സെൻറ്റേഴ്സാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ എന്നുള്ള സെൻറ്ററുകളിൽ, തിരുവനന്തപുരം, കണ്ണൂരൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് അത്യാവശ്യം എല്ലാ റീജിയനിലും സ്റ്റേറ്റിലെ പല ഓൾമോസ്റ്റ് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളിലൊക്കെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നുള്ളത് ഈ എക്സാമിൻ്റെ സ്കീമാണ്. പൊതുവെ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, 2 സെഷനായിട്ടാണ്, ടയർ 1 ടയർ 2 ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അതിൽ ടയർ 1നെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ടയർ 1 ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ടയർ 2 സെക്ഷനിൽ നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ടയർ 1ൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറലി കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമുക്കെല്ലാം ഉണ്ടായിരുന്ന പേപ്പറുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻ സബ്ജക്ട്സൊക്കെ കോമൺ തന്നെയാണ്. ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇതാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, എല്ലാ സെക്ഷനും ഒരു ടൈമർ ഉണ്ട്, സെക്ഷണൽ ടൈമർ ഉണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സെക്ഷനാണോ ആദ്യം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി ടൈം ഔട്ടായിട്ട് പോകും. മറ്റത് നമുക്ക് ഒരു സമയം, 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സെക്ഷനിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ വർഷം മുതലുള്ള എക്സാമിന് അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കില്ല. കൃത്യമായിട്ടും ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടത് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്.
ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്റ്റിറ്റ്യൂഡൊക്കെ വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റീസണിങ് വരുന്ന സമയത്തൊക്കെ ചിലർക്ക് കൂടുതൽ സമയം എടുത്തേക്കാം. പക്ഷെ അവരതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 15 മിനിറ്റേ നമുക്കുള്ളൂ. ഇംഗ്ലീഷിനും ജനറൽ അവയർനെസ്സിനും ഒക്കെ 15 മിനിറ്റ്, എല്ലാത്തിനും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് മാത്സിന് കൂടുതൽ സമയം കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല. അത് നമ്മളൊന്ന് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതൊരു വലിയൊരു നെഗറ്റീവായിട്ടൊന്നും നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ടൈമിംഗ് സാധാരണ വരുന്നതിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് 15 മിനിറ്റ്സിൻ്റെ സെക്ഷണൽ ടൈമർ ഓരോ കേസിലും അല്ലെങ്കിൽ ഓരോ പാർട്ടിനും ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമുക്കുള്ളത് എന്തെങ്കിലും ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പച്ചവെള്ളത്തിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പറാണിത്. 7510116655 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.